അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ് സാദിഖീൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമളാൻ സമാഗതമായിരിക്കുകയാണ്. റമളാനിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്നത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ റമളാനിനെപ്പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച ഒരു മാസമാണ് എന്നതാണ്. എന്താണ് ഖുർആനിന്, അതിൻ്റെ അവതരണത്തിന് മനുഷ്യരുമായി ബന്ധം, ഈ ലോകവുമായി ബന്ധം? അത് അവതരിച്ച മാസം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ഒരു ദീക്ഷയിലും സൂക്ഷ്മതയിലും ഇരിക്കാനുള്ള കാരണം എന്താണ്? അതിനു മാത്രം എന്താണ് ഖുർആൻ? അതാണ് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഖുർആൻ അവതരിച്ച മാസത്തെപ്പറ്റി ഖുർആൻ തന്നെ 1000 മാസത്തേക്കാൾ പുണ്യമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ലോകത്ത് ഖുർആൻ അവതരിപ്പിച്ച കാലം മുതൽ ഇന്നേ വരെ മനുഷ്യ സമൂഹം, ഖുർആനിൻ്റെ വിശ്വാസികൾ നിർബന്ധമായും വ്രതമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന, സാധാരണത്തേക്കാൾ അധികം ആരാധനകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകാൻ മാത്രം ഖുർആൻ അത്ര വലിയ വൈജ്ഞാനിക ഗ്രന്ഥമാണോ? ഇന്ന് വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടമാണ്. മനുഷ്യജീവിതത്തിൻ്റെ നാനാതുറകളിലും ഈ വിജ്ഞാന വിസ്ഫോടനം വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ജീവിതത്തെ എളുപ്പമാക്കി തീർത്തു, സന്തോഷകരമാക്കി തീർത്തു. പ്രപഞ്ചത്തെ തന്നെ മനുഷ്യൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി മനുഷ്യ വ്യവഹാരങ്ങൾക്ക്, മനുഷ്യബന്ധങ്ങൾക്ക് പ്രകാശവേഗത കൂട്ടി എത്രയോ അത്ഭുതങ്ങൾ വിജ്ഞാന വിസ്ഫോടനം കൊണ്ട് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ആ വിജ്ഞാന വിസ്ഫോടനത്തിനനുസരിച്ച് മനുഷ്യ ജീവിതം അവൻ്റെ നിഖില മേഖലകളിലും അവൻ വികസിപ്പിച്ചെടുക്കുകയും പുതിയ മാനങ്ങൾ കണ്ടെത്തുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ്, ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത്രയൊക്കെ വിസ്ഫോടനവും വിജ്ഞാന ആധിക്യവും ഉണ്ടായിട്ടുണ്ടെങ്കിലും മനുഷ്യജീവിതം മറുഭാഗത്ത് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ലക്ഷ്യത്തിലെത്താതെയായിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യുദ്ധം കൂടി വരികയാണ്. മനുഷ്യനുമാവട്ടെ, സംഘങ്ങളുമാവട്ടെ, രാജ്യങ്ങളുമാവട്ടെ, ലോകം വിസ്ഫോടനാത്മകമായ ഒരു ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്രയധികം വിജ്ഞാനങ്ങളുണ്ടായിട്ടും അറിവുണ്ടായിട്ടും ആ അറിവിൻ്റെ ഗുണഫലം അല്ലെങ്കിൽ അറിവ് കൊണ്ടുണ്ടാകേണ്ട മാറ്റം മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല എന്നതല്ലേ ഇത് കുറിക്കുന്നത്? വിജ്ഞാനം മനുഷ്യനെ മാറ്റാനുള്ളതാണ്. മാനസികമായും മനുഷ്യൻ്റെ പ്രവൃത്തിപരമായുമുള്ള മാറ്റങ്ങൾക്ക്, ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്നതാണ് ഏത് കാലഘട്ടത്തിലെയും പഠനത്തിൻ്റെ ലക്ഷ്യമായി കാണുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. മനുഷ്യനാകെ കൂടിയുള്ള മാറ്റം. എന്നിട്ട് വിജ്ഞാന വിസ്ഫോടനം കൊണ്ട്, ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനികമായ നേട്ടങ്ങൾ കൊണ്ട് എന്ത് മാറ്റമാണ് മനുഷ്യനുണ്ടായത് എന്ന് ചോദിച്ചാൽ, എന്തൊക്കെയോ ജീവിതം സുഖിക്കാനും ആർഭാടത്തോടുകൂടി ജീവിക്കാനും ആർമദിക്കാനുമുള്ള സൗകര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു എന്നതിൻ്റെ അപ്പുറം മനുഷ്യത്വം
മനുഷ്യ സമൂഹത്തിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് നിർഭയമായി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അനുഭവം, അപകടകരമായ അനുഭവവും വിജ്ഞാന വിസ്ഫോടനവും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കുമ്പോഴാണ് വിജ്ഞാനം എന്തിനു വേണ്ടി എന്നത് നാം ചിന്തിക്കേണ്ടതും ഖുർആൻ മനുഷ്യനെ പഠിപ്പിച്ച വിജ്ഞാനം അതുകൊണ്ട് ലോകത്തിന് എന്തു നേട്ടമുണ്ടായി എന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടതും. യഥാർത്ഥത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ ഓരോ ദിവസവും ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കവിതകൾ, കഥകൾ, ആഖ്യാനങ്ങൾ, തത്വശാസ്ത്രപരമായ വലിയ ബുദ്ധിജീവികളുടെ ഗ്രന്ഥങ്ങളൊക്കെ, അവയൊക്കെ വിജ്ഞാനം വിതറുന്നവയാണ്. പക്ഷേ ആ ഗ്രന്ഥങ്ങൾ വിതറിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാനം കൊണ്ട് മനുഷ്യന് മാറ്റമുണ്ടായിട്ടില്ല. എന്നാൽ ഖുർആൻ വിതറിയ വിജ്ഞാനം കൊണ്ട് വലിയ മാറ്റങ്ങൾ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് ഉണ്ടായി എന്നതാണ് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് ഖുർആൻ വേർതിരിഞ്ഞു നിൽക്കുന്നത്. ഓരോ ഗ്രന്ഥങ്ങളും ഒരുപക്ഷെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരിക്കാം. നാഗരിക മൂല്യങ്ങൾക്ക്, മാനവികമായ വളർച്ചയ്ക്ക്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഓരോ ഗ്രന്ഥങ്ങളും പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ഗുണഫലം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ കാലം അല്പം നീങ്ങുമ്പോഴേക്ക് ആ വിജ്ഞാനത്തിൻ്റെ പ്രസക്തി, ആ ഗ്രന്ഥത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ ഖുർആൻ അത് ആർക്കിറങ്ങി എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പേർഷ്യ, റോമ, ഈജിപ്ഷ്യൻ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം തുടങ്ങിയിട്ടുള്ള അനേകം പുരാതന സംസ്കാരങ്ങൾ, ഗ്രീക്ക് സംസ്കാരം, പുരാതന സംസ്കാരങ്ങളുടെ വിളനിലമായിരുന്ന ലോകത്ത് ആരാരും അറിയപ്പെടാത്ത, ആരും തിരിഞ്ഞു നോക്കാത്ത അറേബ്യൻ മരുഭൂമിയിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണമുണ്ടായത്. മരുപ്പച്ചകളിൽ നിന്ന് മരുപ്പച്ചയിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്ന നാടോടികളായ അറബികൾ, അവർക്ക് അക്ഷരജ്ഞാനമുണ്ടായിരുന്നില്ല. സംസ്കാരം എന്താണെന്ന് അവർക്കറിയുമായിരുന്നില്ല. തോന്നിയത് ചെയ്യുകയും തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, അരുതുന്നതും അരുതാത്തതും തിരിച്ചറിയാത്ത നാടോടി അറബികളുടെ ആ സമൂഹത്തിലേക്കാണ്, അക്ഷരജ്ഞാനമില്ലാത്ത ആ സമൂഹത്തിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. നാഗരികതയുടെ ഉത്തുംഗത പ്രാപിച്ച ഈജിപ്ഷ്യൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും പേർഷ്യൻ സംസ്കാരവും ആർഷഭാരതത്തിൻ്റെ ഇന്ത്യൻ സംസ്കാരവുമെല്ലാം ഒത്തിണങ്ങിയ ഭൂമിയിൽ, ആരും തിരിഞ്ഞു നോക്കാത്ത അറേബ്യ മരുഭൂമിയിൽ ഖുർആൻ ഉണ്ടാക്കിയ ആ വിപ്ലവം എത്ര വലിയതായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മറ്റു സംസ്കാരങ്ങളെല്ലാം മാനവികതയ്ക്ക് പറ്റാതെയായി പോയപ്പോൾ, മാനവികതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതായി പോയപ്പോൾ, ആ അക്ഷരജ്ഞാനമില്ലാത്ത മനുഷ്യന്മാർക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത ആ മഹത്തായ സംസ്കാരം 14 നൂറ്റാണ്ടുകളെ അതിജീവിച്ചുകൊണ്ട് ആർക്കും വേണ്ട എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ വലിയ ഒരു സംസ്കാരത്തിൻ്റെ, വലിയ ഒരു നാഗരികതയുടെ വെളിച്ചമായി ഖുർആനിൻ്റെ വെളിച്ചവും ഖുർആനിൻ്റെ വിജ്ഞാനങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് ഒരു സത്യമാണ്. കേവലം 23 കൊല്ലം കൊണ്ടാണ് അക്ഷരജ്ഞാനമില്ലാത്ത ആ മനുഷ്യർക്ക് ലോകത്തിന് അക്ഷരം കൈമാറുന്ന വെളിച്ചത്തിൻ്റെ വാഹകരാക്കാൻ ഖുർആനിന് സാധിച്ചത്. 23 കൊല്ലം കൊണ്ടാണ് ആ നാടോടി മനുഷ്യന്മാരെ എല്ലാവിധ മഹൽ സ്വഭാവത്തിൻ്റെയും ഉത്കൃഷ്ടതയുടെയും മഹത്തായ മാതൃകകളാക്കി മാറ്റാൻ ആ ഖുർആനിന് സാധിച്ചത്. എങ്ങനെയാണത് സാധിച്ചെടുത്തത്? അതൊരു അത്ഭുതമായിരുന്നില്ല. ഒരു യഥാർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ ചുവടുവെപ്പുകളായിരുന്നു. ഇവിടെയാണ് ഖുർആൻ വേർതിരിയുന്നത്. ഇവിടെയാണ് ഖുർആനിൻ്റെ അറിവുകൾ വേർതിരിയുന്നത്. പച്ചയായ മനുഷ്യൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ആവശ്യമായ, മനുഷ്യ സമൂഹത്തെ ഒന്നിച്ച് മാനവികതയിൽ തളച്ചിടാൻ ആവശ്യമായ, മനുഷ്യൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും അവൻ്റെ പ്രകൃതത്തെയും ഉൾക്കൊള്ളുന്ന
ലളിതമായ അറിവുകളാണ് ഖുർആൻ പഠിപ്പിച്ചത്. പക്ഷേ ആ അറിവുകൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന വലിയ വലിയ വിജ്ഞാന കേദാരങ്ങളായിരുന്നു. നിങ്ങൾ നോക്കൂ, ഖുർആൻ വളർത്തിയ ആ സ്വഭാവ രീതി. ആദ്യമായി ഖുർആൻ മനുഷ്യനെ അള്ളാഹുവിനെപ്പറ്റി ബോധിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഒരു നാഥനുണ്ട് എന്ന ആ വിശ്വാസം അത് മനുഷ്യനെ ബോധ്യപ്പെടുത്തി. ആരും നിയന്ത്രിക്കാനില്ലാത്ത, ആരാലും സൃഷ്ടിക്കപ്പെട്ടതല്ലാത്ത, ആരുടെയും കയ്യിൽ ഒതുങ്ങാത്ത ഒരു ജീവിയായിട്ടല്ല മനുഷ്യനിവിടെ ജീവിക്കേണ്ടതെന്നും ഈ മനുഷ്യന് കൃത്യമായ ഒരു ജീവിതത്തിൻ്റെ തുടക്കമുണ്ടെന്നും ആ തുടക്കത്തിന് തുടക്കക്കാരനായ അനാദിയായ ഒരു റബ്ബുണ്ടെന്നും ഖുർആൻ മനുഷ്യനെ പഠിപ്പിച്ചു. ആ റബ്ബിൽ നിന്നാണ് എല്ലാം നൽകുന്നത്. അവനാണെല്ലാം നിയന്ത്രിക്കുന്നത്. ഭാവിയും ഭൂതവും അറിയുന്ന അവനാണ് മനുഷ്യൻ്റെ മനുഷ്യന് മാർഗദർശനം ചെയ്യേണ്ടത്. അവൻ്റെ മാർഗദർശനമാണ് അസ്സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി എന്ന ആ ഒരു ബോധ്യം മനുഷ്യ സമൂഹത്തിന് അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്തു. അരുതുന്നതും അരുതാത്തതും തിരിച്ചറിയാത്ത, മദ്യത്തിലും മദിരാക്ഷിയിലും ഒഴുകി ജീവിച്ചിരുന്ന ആ മനുഷ്യന്മാർക്ക് ദൈവത്തെപ്പറ്റിയുള്ള, അള്ളാഹുവിനെപ്പറ്റിയുള്ള, പ്രപഞ്ചനാഥനെപ്പറ്റിയുള്ള കൃത്യമായ അറിവ് നൽകിയപ്പോൾ അവർ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വേർതിരിവുകൾ മനസ്സിലാക്കി. ജീവിതത്തിൻ്റെ അർത്ഥം അവർ ഉൾക്കൊണ്ടു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരുഭൂമിയിലെ ജീവികളെപ്പോലെ, മൃഗങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് ചത്തുപോകേണ്ടവനല്ല മനുഷ്യൻ. ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചത് നല്ല പ്രവൃത്തി ആരാണ്? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് സൽപ്രവൃത്തി ചെയ്യുന്നവൻ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം അവർ കേട്ടപ്പോൾ ആ പരീക്ഷണത്തിന് അവർ വിധേയമായി. അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ അത് ചെയ്താലാണ് പരീക്ഷണത്തിൽ വിജയിക്കുകയെന്നും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്താൽ ഞാൻ പരാജയപ്പെടുമെന്നുമുള്ള ബോധം അവനുണ്ടായി. കൃത്യമായ വിശ്വാസം. മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്ന വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം അവൻ്റെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ പോലും അറിയുന്നുണ്ട്. ജീവനാഡിയേക്കാൾ അധികം അവനുമായി നാം മനുഷ്യനിലേക്ക് അടുത്തിരിക്കുന്നു എന്ന ആ അള്ളാഹുവിനെ പറ്റിയുള്ള പരിചയപ്പെടുത്തലുകൾ മനുഷ്യനെ ചിന്തിപ്പിച്ചു. ഞാൻ വിചാരിച്ചാൽ പോലും അറിയുന്ന ഒരു നാഥൻ എന്നെ നോക്കിയിരിക്കുന്നുണ്ട്. എൻ്റെ ജീവനാഡിയേക്കാൾ എന്നോട് അടുത്തുള്ളവൻ എന്നോട് കരുണ ചെയ്യാനുണ്ട്, എന്നെ രക്ഷിക്കാനുണ്ട്, എന്നെ കൈപിടിക്കാനുണ്ട്. അഥവാ അവനെ ധിക്കരിച്ചാൽ എന്നെ ശിക്ഷിക്കാനും അവന് സാധിക്കും. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ രക്ഷിതാവ് കൃത്യമായും പതിയിരുന്ന് നിരീക്ഷണം നടത്തുന്ന ഒരു സ്ഥാനത്തിരിക്കുകയാണ് എന്ന ഒരു കൽപ്പന മനസ്സിലാക്കിയപ്പോൾ റബ്ബിൻ്റെ കൺമുമ്പിൽ നിന്ന് തെറ്റി ജീവിക്കാൻ സാധ്യമല്ല. അവൻ എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്തിനും കഴിവുള്ളവനാണവൻ. വഹുവ സമീഉൽ ബസീർ, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണവൻ. അങ്ങനെ ആ അള്ളാഹുവിനെപ്പറ്റി, അവൻ്റെ ഗുണവിശേഷണങ്ങളെപ്പറ്റി, അവൻ്റെ കഴിവുകളെപ്പറ്റി, അവൻ്റെ പരമാധികാരത്തെപ്പറ്റി മനുഷ്യൻ മനസ്സിലാക്കുകയും അള്ളാഹുവിനെ തിരിച്ചറിയുകയും ചെയ്തപ്പോൾ പ്രപഞ്ചനാഥൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി പ്രണമിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് വിധേയമായി ജീവിക്കാൻ ഖുർആൻ മനുഷ്യനെ പഠിപ്പിച്ചു. ഒന്നാമതായി ഈമാൻ. ആ ഈമാൻ മനുഷ്യനുണ്ടാക്കി കൊടുത്തു. ഖുർആനിക വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ ആ ഈമാൻ തന്നെയാണ്, അഖീദയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം. അതിനെ തുടർന്നുകൊണ്ടുള്ള വിശ്വാസ കാര്യങ്ങൾ. ഈ ഈമാൻ നഷ്ടപ്പെട്ട, ദൈവീക ബോധം നഷ്ടപ്പെട്ട, അള്ളാഹുവിനെ പറ്റി ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു റബ്ബിനെ പറ്റിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അവൻ എത്ര വലിയ വിജ്ഞാന വിസ്ഫോടനം നടത്തി ലോകത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും മനുഷ്യൻ മാറുകയില്ല, ലോകത്ത് സമാധാനമുണ്ടാകുകയില്ല എന്നതിൻ്റെ
ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന, മനുഷ്യലോകം അനുഭവിക്കുന്ന ആഗോള ദുരന്തങ്ങൾ. അപ്പം മനുഷ്യൻ്റെ രക്ഷ, പ്രപഞ്ചത്തിൻ്റെ സമാധാനം, മനുഷ്യ സമൂഹത്തിൻ്റെ ആ യഥാർത്ഥമായ ജീവിതം, തനിമയായ ജീവിതം, അത് ലഭിക്കണമെങ്കിൽ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വ അന റബ്ബുക്കും ഫഅ്ബുദൂൻ, ഞാനാണ് നിങ്ങളുടെ നാഥൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിച്ച് ജീവിക്കുക എന്ന ആ ഒരു വിശ്വാസത്തിലേക്ക് ഖുർആൻ മനുഷ്യരെ നയിച്ചു. ആ വിശ്വാസത്തിൻ്റെ ശേഷം മനുഷ്യനെ മുഴുവൻ ചങ്ങലക്കെട്ടുകളിൽ നിന്നും ഖുർആൻ മോചിപ്പിച്ചു. ഖുർആൻ മോചനത്തിൻ്റെ ഗ്രന്ഥമാണ്, എല്ലാ അർത്ഥത്തിലുമുള്ള മോചന ഗ്രന്ഥം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ പഠിപ്പിച്ചത് തന്നെ തലമുറകളായി മനുഷ്യർ ബന്ധിതരായിരിക്കുന്ന ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് ആ ചങ്ങലകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്നവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ്. മനുഷ്യന് മോചനം നൽകി. കല്ലിനെയും കരടിനെയും പാമ്പുകളെയും മറ്റു ജീവികളെയും ആരാധിക്കുന്ന ഒരവസ്ഥയില്ലെന്ന്, അവയൊക്കെ കാണുമ്പോൾ പേടിക്കുന്ന ഒരവസ്ഥയില്ലെന്ന്, പ്രപഞ്ചത്തിലെ കാറ്റും മഴയും ഇടിയും മിന്നലും കാണുമ്പോൾ അവയൊക്കെ ഭയപ്പെട്ട് ആരാധിക്കുന്ന ഒരവസ്ഥയില്ലെന്ന്, ഏകനായ റഹ്മാനും റബ്ബുമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു മഹത്തായ മോചനത്തിൻ്റെ വഴിയിലേക്ക് മനുഷ്യനെ ഖുർആൻ എത്തിച്ചു. നിങ്ങൾ മോചിതരാണ്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ദുരൂഹതകളിൽ നിന്ന്, അജ്ഞാതമായ വസ്തുക്കളെ ഭയപ്പെടുന്നതിൽ നിന്ന് എല്ലാം മോചിച്ചുകൊണ്ട് ലാ യഖാഫൂന ഫില്ലാഹി ലൗമത ലായിം, നിന്നെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക, റബ്ബിൻ്റെ കാര്യത്തിൽ ഈ ഭൂലോകത്ത് ആരെയും ഭയപ്പെടരുത് എന്ന ആ വ്യക്തമായ നിർഭയത്വത്തിൻ്റെ സംസ്കാരം, അതാണ് ഖുർആൻ മനുഷ്യന് നൽകിയ മോചനം. ആ മോചനത്തോടുകൂടി പൗരോഹിത്യം അടിച്ചേൽപ്പിച്ച ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യ സമൂഹം മോചിതനായി. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ പേടിപ്പിക്കുന്ന മുഴുവൻ പേടിവസ്തുക്കളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും ഖുർആൻ മനുഷ്യനെ മോചിപ്പിച്ചു. എന്നിട്ട് സ്വതന്ത്രമായ മനുഷ്യനാക്കി ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കേണ്ടതില്ല, ആരാധിക്കാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായ വിശ്വാസത്തിലേക്ക് ഖുർആൻ മനുഷ്യനെ കൊണ്ടുപോയി. എന്നിട്ട് അങ്ങനെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് സർവത്തിൽ നിന്നും മോചിച്ച മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സൽക്കർമ്മത്തിലേക്ക് വരണം എന്ന് ഖുർആൻ മനുഷ്യനോട് ആഹ്വാനം ചെയ്തു. ജീവിതത്തിന് മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന വ്യക്തി, കുടുംബ, സമൂഹ, രാഷ്ട്രാന്തരീയ ബന്ധങ്ങളെയും വ്യവഹാരങ്ങളെയും എല്ലാം സ്പർശിക്കുന്ന, കൃത്യമായും സൂക്ഷ്മമായും സ്പർശിക്കുന്ന എല്ലാ തലങ്ങളിലും സൽക്കർമ്മം എന്താണ്, അൽ അഅ്മാലു സാലിഹാത്ത് എന്താണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൽക്കർമ്മത്തെപ്പറ്റി ഖുർആൻ ബോധിപ്പിച്ചു. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, വിശ്വാസത്തിൻ്റെ ശേഷം, ആ വിശ്വാസത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ശേഷം വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് മനുഷ്യനോട് ഖുർആൻ ഉത്ബോധിപ്പിച്ചു. എന്ത് തൊഴിലാവട്ടെ, അള്ളാഹുവിനുള്ള ആരാധനാകർമ്മങ്ങളാവട്ടെ, കൂലിപ്പണിക്കാരൻ്റെ കൂലിത്തൊഴിലുകളാവട്ടെ, ഏതൊരു കാര്യത്തിൽ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു, അവൻ്റെ കൈകളും കാതും കണ്ണും മനസ്സും കൈക്കാലുകളും ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും നല്ലതായിരിക്കണം. തനിക്കും തൻ്റെ സമൂഹത്തിനും രാജ്യത്തിനും നന്മ നൽകുന്നതായിരിക്കണം. സർവോപരി റബ്ബിൻ്റെ കൽപ്പന അനുസരിച്ചായിരിക്കണം. അങ്ങനെ സൽക്കർമ്മങ്ങൾ അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു, തിന്മകൾ അള്ളാഹു വിരോധിച്ചു. നിങ്ങൾ നോക്കൂ, ഖുർആൻ കൽപ്പിച്ച കർമ്മങ്ങൾ ഏത് രംഗത്തായിരുന്നാലും ഖുർആൻ കൽപ്പിച്ച സൽക്കർമ്മങ്ങൾ ഒന്നും ഈ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അത് തെറ്റായിപ്പോയി രാജ്യത്തിനും നന്മക്കും രാഷ്ട്രത്തിനും വ്യക്തിക്കും കുടുംബത്തിനും മോശമാണ് എന്ന് പറയാൻ കഴിയില്ല. ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ വിരോധിച്ചു. ആ വിരോധിച്ച കാര്യങ്ങൾ വിരോധിക്കേണ്ടതില്ലാത്തതായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അത്രമാത്രം മനുഷ്യജീവിതത്തിൻ്റെ പച്ചയായി മനുഷ്യജീവിതത്തെ സ്പർശിക്കുന്ന കർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും അതാണ് ഖുർആൻ പഠിപ്പിച്ച വിജ്ഞാനം. ആ വിജ്ഞാന വിസ്ഫോടനം
23 കൊല്ലം കാലം കൊണ്ട് നാടോടികളായ അക്ഷരജ്ഞാനമില്ലാത്ത ആ സമൂഹത്തെ വലിയ അറിവിൻ്റെ, മാതൃകയുടെ, മാനവികതയുടെ, യഥാർത്ഥമായ വിജ്ഞാനത്തിൻ്റെ നേതാക്കളാക്കി മാറ്റി. അതാണ് ഖുർആനിൻ്റെ അനുയായികൾ ഖുർആൻ അവതരിച്ച ഈ മാസത്തിൽ പരിശുദ്ധ ഖുർആനിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ നാം നമ്മളെ തിരിച്ചറിയേണ്ടത്. കേവല പാരായണം മാത്രമല്ല, ജീവിതത്തിലെ മുച്ചൂടും വ്യക്തമായ, മഹിതമായ, ഉത്കൃഷ്ടമായ ഒരു മാറ്റത്തിന് വിധേയമാക്കുന്ന വൈജ്ഞാനീയങ്ങളാണ് ഖുർആൻ നമ്മൾക്ക് നൽകുന്നതെന്നും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ മാറണമെന്നുമുള്ള സന്ദേശമാണ് ഈ മാസം നമുക്ക് നൽകുന്നത്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റത്തിന് വിധേയമാകാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.